ഫ്രണ്ട്സ്, വെൽക്കം ടു ഫിൽമി ടേബിൾ. ഒരു 6 മാസം മുമ്പ്, അതായത് ഒരു ഫെബ്രുവരി മാസം, അന്നാണ് ദളപതി വിജയ് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേര് നമ്മളോട് പറയുന്നത്. തമിഴക വെട്രി കഴകം. വെട്രി മീൻസ് വിക്ടറി, വിജയ്. അപ്പോൾ പേര് നമ്മളോട് പറഞ്ഞു. ഒരു പാർട്ടി ആകുമ്പോൾ പേര് മാത്രം പോരാ, അതിനൊരു കൊടി വേണം. അപ്പൊ 6 മാസങ്ങൾക്ക് ഇപ്പുറം ഇന്ന് ചെന്നൈയിൽ വെച്ച് നടന്ന ചടങ്ങിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ കൊടി റിവീൽ ചെയ്തിരിക്കുകയാണ്. അപ്പോ കൊടിയുടെ ഡിസൈൻ, അതിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് അദ്ദേഹം മറ്റൊരു വേദിയിൽ പറയാമെന്നാണ് പറഞ്ഞത്. ഈ കൊടി കളർ, അതിന്റെ ഡിസൈൻ, അതിനൊക്കെ ഒരുപാട് തമിഴ്നാടിന്റെ ചരിത്രപരമായ ഒരുപാട് കാര്യങ്ങളായിട്ട് ബന്ധമുണ്ടെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അതൊക്കെ പുള്ളി പിന്നീട് പറയും. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പാർട്ടി, അതിന്റെ ഐഡിയോളജി എന്താണെന്നും, അപ്പോ പാർട്ടി കൂടുതൽ ഊന്നൽ നൽകുന്നത് എന്തൊക്കെ കാര്യങ്ങൾക്കാണെന്നുള്ളതൊക്കെ അതും അദ്ദേഹം മറ്റൊരു വേദിയിൽ പറയും. അപ്പൊ ഏതാണ് ആ മറ്റൊരു വേദി? ഇപ്പൊ എല്ലാവരും കാത്തിരിക്കുന്നത് തമിഴക വെട്രിക്കഴകത്തിന്റെ ഒരു സമ്മേളനത്തിന് വേണ്ടിയിട്ടാണ്. വിജയ് അദ്ദേഹത്തിന്റെ ഒരു സിനിമയുടെ ഓഡിയോ ലോഞ്ച് വെച്ചാൽ തന്നെ 10,000-കണക്കിന് ആൾക്കാരാണ് വന്ന് നിറയുക ആ ഹാളില്. അപ്പൊ അങ്ങനെയുള്ളപ്പോ അദ്ദേഹം ഒരു പാർട്ടി രൂപീകരിച്ചു. ആ പാർട്ടിയുടെ ആദ്യത്തെ സമ്മേളനം എന്നൊക്കെ പറയുമ്പോൾ ലക്ഷക്കണക്കിന് പേര് പങ്കെടുക്കും. അപ്പൊ അതിൻ്റെതായ രീതിയിലുള്ള സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ അതിന് സമ്മേളനത്തിന് എന്താ പറയാ, സെക്യൂരിറ്റി ഒക്കെ നല്ല രീതിയിൽ വേണം. അതുകൊണ്ട് തന്നെ അതൊക്കെ മുൻകൂർ അനുമതി മേടിച്ച് ഈ സെക്യൂരിറ്റി സംബന്ധമായ എല്ലാ കാര്യങ്ങളും സെറ്റ് ആയതിനു ശേഷം മാത്രമേ സമ്മേളനം, അതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ പുറത്തു വരൂ. അപ്പൊ ഏതായാലും പാർട്ടിയെ കുറിച്ചും പിന്നെ കൊടിയുടെ ഡിസൈൻ, അതിന്റെ കാര്യങ്ങളെല്ലാം അദ്ദേഹം ആ സമ്മേളനത്തിൽ വെച്ചായിരിക്കും കൂടുതലായിട്ട് നമ്മളോട് പറയുക. അപ്പൊ പേര് വന്നു, കൊടി വന്നു. ഇനി എന്താണ് ആ പാർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മെയിനായിട്ട് എന്തിനാണ് ഫോക്കസ് കൊടുക്കുന്നത്, ആ പാർട്ടിയുടെ ഒരു എന്താണ്, ബാക്കി കാര്യങ്ങളൊക്കെ ഒരു ആ സമ്മേളനത്തിൽ വെച്ച് തന്നെ അറിയാൻ സാധിക്കും. അപ്പൊ എന്തായാലും ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ സെപ്റ്റംബർ മാസം തന്നെ ഉണ്ടാവുന്നതാണ്, പുറത്ത് വരുന്ന വിവരങ്ങൾ അനുസരിച്ച് സെപ്റ്റംബർ മാസം തന്നെ ഉണ്ടാവുന്നതാണ് കേൾക്കുന്നത്. അപ്പൊ എന്തായാലും സമ്മേളനം വരട്ടെ. അപ്പൊ ഏതായാലും ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. അപ്പോ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പൊ ഈ വീഡിയോ കൊണ്ട് എല്ലാവർക്കും താങ്ക്സ്.